ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂടുകാലത്ത് നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസ് തന്നെയാണത്. ഇത് എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് അറിയണ്ടേ? മിക്ക വീടുകളിലുള്ളൊരു സംഭവമാണിത്, ഈ ഓർക്കാപ്പുളി. ഞങ്ങളിവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക, ഇരുമ്പമ്പുളി എന്നും പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് മുറ്റത്ത് ഇഷ്ടം പോലെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ നിന്ന് 2 എണ്ണം പറിച്ചെടുത്തിട്ട് 2 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഓർക്കാപ്പുളി എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നത്, 2 പുതിനൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് മിക്സിക്ക് ഇട്ടിരിക്കണം. ഇഞ്ചി ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു. പിന്നെ 4 സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു അല്പം ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം ഞാൻ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പം ഇനി കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ അടിച്ചെടുത്തത് കേട്ടോ. ഞാൻ അതൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ആദ്യമൊക്കെ ആരെങ്കിലും വരുമ്പോൾ വെള്ളം കൊടുക്കാനും വേണ്ടിയിട്ട് ടാങ്കൊക്കെ ഇവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കുറേ കാലമായിട്ട് ഇപ്പോൾ അത് കൊണ്ടുവരലില്ല. ഇപ്പോൾ അധികം നാരങ്ങ അല്ലെങ്കിൽ പുതിനയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. നാരങ്ങ എത്ര കൊടുന്ന് വെച്ചാലും മക്കളത് അടിച്ച് പിന്നെ ഉപ്പും പഞ്ചാരയും ഒക്കെ ഇട്ട് ഒരു കലക്കി കുടിക്കും. ആരെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ഫ്രിഡ്ജിൽ പോയി തുറക്കുമ്പോൾ അത് കാണൂല. ഈ കൊറോണയും ലീവൊക്കെ ആയിട്ട് മക്കളൊരു കൊല്ലമായാലും ഇപ്പോൾ വീട്ടിൽ അടങ്ങിയിരിക്കണം. അപ്പോൾ ഓൽക്ക് ഇത് എന്തെങ്കിലുമൊക്കെ നേരം പോകണ്ടേ. അപ്പോൾ ഉള്ള പണി ഇതാണ്. പഞ്ചാര എടുക്കുക, നാരങ്ങ എടുക്കുക, കലക്കുക, കുടിക്കുക തന്നെ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണിത്. അരിച്ചെടുത്ത് ഇനി ഇതിലേക്ക് അല്പം ഐസും കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് ഐസും അതുപോലെ 2 പുതിനയിലൻ്റെ ഇതെടുത്തിട്ട് ചെറുതായി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്ത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇങ്ങനെ കുടിക്കാൻ. ദാഹം മാറും, നല്ലതുമാണ്, ക്ഷീണത്തിനൊക്കെ നല്ലതാണ് ഈ ഒരു ഓർക്കാപ്പുളി. ഒരു ഓർക്കാപ്പുളിൻ്റെ മരം വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം അതുമേ പൂത്ത് കായ് ഉണ്ടാവും. നമുക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ഓടിപ്പോയി ചെന്നുങ്ങാണ്ട് പറിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റണം. നാരങ്ങയൊക്കെ നമുക്ക് കടയിൽ പോയി വാങ്ങണ്ടേ. ഇത് വീട്ടിലുണ്ടാകണമെങ്കിൽ എളുപ്പം പറിച്ച്, ഇതാണെങ്കിൽ വേരുമ്പലും കൂടി കായ് ഉണ്ടാകുന്ന ഒരു ഓർക്കാപ്പുളിയാണ്. അപ്പോൾ വാങ്ങുമ്പോൾ ബെഡ് തൈയൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കായ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ ഐസും കൂടി ഇട്ടാലുണ്ടല്ലോ സൂപ്പർ വെള്ളമാണ്. ആരും പറയില്ല ഇത് ഓർക്കാപ്പുളി കൊണ്ട് അടിച്ച വെള്ളമാണെന്ന് ആരും പറയില്ല, അത്രയും ടേസ്റ്റാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഈ ഒരു പുളി. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ടേക്കും പോലെ ഇട്ടച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാൽ ദാനക്കേടിനൊക്കെ നല്ലതാണ് ഈ ഒരു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്